സാർ, എനിക്ക് കുറച്ച് നാളായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ളൊരു നടുവേദനയുണ്ട്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ വേദനയില്ല, പക്ഷെ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ നല്ല പെയിനാണ്. അപ്പോൾ മരുന്നല്ലാതെ ഇതിനെന്താ ഒരു ചികിത്സ ചെയ്യാൻ പറ്റുക? യെസ്, മരുന്നല്ലാതെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കോമൺ ഡിസീസാണ് നടുവേദന, കാലിലോട്ട് ചെറിയ തരിപ്പ്, പക്ഷെ മരുന്ന് കൊണ്ട് റിലീഫ് ഉള്ളത്. ഇത് നമുക്കൊരു മൈൽഡ് ഡിസ്ക് ഡിസീസിലെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. നിങ്ങളുടെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട്, അതായത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് MRI ലംബാർ സ്പൈൻ, അതിനുശേഷം നമ്മൾ അസുഖത്തിൻ്റെ ലെവൽ കണ്ടുപിടിച്ച ശേഷം നമുക്കൊരു മിനിമലി താൽക്കാലികമായിട്ട് വേദന കുറയാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതായത് നെർവ് റൂട്ട് ബ്ലോക്ക് എന്നാണ് ഇതിന് പറയുക. മിനിമലി ഇൻവേസീവ് ആൻഡ് സെലക്റ്റീവ് നെർവ് റൂട്ട് ബ്ലോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രീറ്റ്മെൻറ്റ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സൂചി വെച്ചിട്ട് ഈ എഫക്റ്റഡ് ആയിട്ടുള്ള നെർവിനെ, അതായത് ഞരമ്പിനെ കണ്ടുപിടിച്ചിട്ട് അതിൽ മരുന്ന് കൊടുക്കുക, ഈ ഞരമ്പിന് വേദന കുറയ്ക്കുക എന്നുള്ള പ്രൊസീജിയറാണിത്. സാർ, ഈ പ്രൊസീജിയർ മയക്കിയിട്ടാണോ ചെയ്യുക? അതിനായിട്ട് നമ്മളിവിടെ അഡ്മിറ്റ് ആവേണ്ടി വരും? എത്ര നാൾ റെസ്റ്റ് വേണ്ടി വരും? അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നോർമൽ ആക്ടിവിറ്റിക്ക് എത്ര ദിവസം കഴിഞ്ഞാൽ കിടക്കാൻ പറ്റും? യെസ്, ഇത് നമ്മൾ കോമൺ ആയിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മൾ ചെറിയൊരു സൂചി വെച്ചിട്ടാണ് ഞരമ്പിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേദന എടുക്കുകയില്ല. നമ്മളതുകൊണ്ട് അനസ്തേഷ്യ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് നിങ്ങൾ രാവിലെ പ്രൊസീജിയറിന് വന്ന് പ്രൊസീജിയർ കഴിഞ്ഞ് ഹാഫ് ആൻ അവർ ഒബ്സർവേഷൻ കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾക്ക് വീട്ടിലോട്ട് പോകാം. നമ്മൾ ഡേ കെയർ പ്രൊസീജിയറായിട്ട് ഇവിടെ ചെയ്യുന്നത്. ഇത് ചെയ്ത ശേഷം നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ 1 വീക്ക് നിങ്ങൾ കഴിക്കുന്ന മരുന്ന് തുടർച്ചയായിട്ട് കഴിച്ചിട്ട് നമ്മൾ നിർത്തേണ്ടി വരും. ഈ പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം നമുക്ക് ഫിസിയോതെറാപ്പി, അതായത് ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടി വരും. അതിനുശേഷം വിത്തിൻ 6 to 8 months നമുക്ക് ഈ നടുവേദന പൂർണ്ണമായിട്ടും മാറിക്കിട്ടും.